ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയെല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റബിൾ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വെജിറ്റേറിയൻകാരും നോൺ വെജിറ്റേറിയൻകാരും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വഴുതനങ്ങ തൈര് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകില്ലല്ലോ. പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ടും കൂടെ ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 2 വഴുതനങ്ങയാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, വെള്ള വഴുതന. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ച നിറത്തിലുള്ളതോ അതുപോലെ വയലറ്റ് കളറിലുള്ളതോ ആയിട്ടുള്ള വഴുതനങ്ങയെല്ലാം ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ 2 വഴുതന എടുത്ത് വെച്ചെങ്കിലും ആ വലിയ വഴുതനങ്ങ അരിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കറിക്ക് ആവശ്യമായുള്ള പീസസ് കിട്ടി. അതുകൊണ്ട് ആ ഒരൊറ്റ വഴുതന വെച്ചാണ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഉരുണ്ട വഴുതന ആയതുകൊണ്ട് ഞാൻ നേരെ ആദ്യം പകുതി ഒന്ന് മുറിച്ചു, വീണ്ടും ആ ഹാഫ് പോർഷൻ വീണ്ടും ഒന്നുകൂടെ മുറിച്ചു. എന്നിട്ട് അതിൽ നിന്നും ഒരേ കനത്തിലും ഒരേ വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഞാനിവിടെ വഴുതന മുറിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ഏതു തരം വഴുതനയാണെങ്കിലും ഒരേ കനത്തിലും ഒരേ വലുപ്പത്തിലും ഒരേ നീളത്തിലും വഴുതനങ്ങ ആദ്യം മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കൈവച്ച് മുറിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് അതിൽ വെച്ചിട്ട് കനം കുറച്ച് ഇതുപോലെ അരിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിവിടെ വഴുതനങ്ങയെല്ലാം ഒരുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒരു പാത്രത്തിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആ പൊടികളെല്ലാം ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ് ആ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിൽ പൊടികൾ കുഴച്ചെടുക്കരുത്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് പാകത്തിന് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മസാല കുഴച്ചെടുക്കത്തില്ലേ, അതുപോലെ ഈ പൊടികളെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് മയപ്പെടുത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ആ പൊടികളെല്ലാം നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് മയപ്പെടുത്തിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വഴുതനങ്ങ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇനി മീനെല്ലാം ഫ്രൈ ചെയ്യുന്നത് പോലെ നല്ല പോലെ ആ മസാല വഴുതനങ്ങ കഷ്ണങ്ങളുടെ മുകളിലേക്ക് നമുക്കൊന്ന് ഇതുപോലെ പുരട്ടിയെടുക്കാം. വഴുതനങ്ങ പീസസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ മസാലയൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ഇവിടെ എല്ലാ കഷ്ണങ്ങളിലേക്കും മസാല ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ മീനെല്ലാം ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേപോലെ തന്നെ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരൊറ്റ വഴുതനങ്ങ തന്നെ എനിക്ക് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച ശേഷം ഒരു 10 മിനിറ്റ് നേരം നമുക്ക് പുറത്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാൻ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യേണ്ടത് കേട്ടോ. അതുകൊണ്ട് ഈ കഷ്ണങ്ങളൊന്ന് മുങ്ങിക്കിടക്കാൻ ജസ്റ്റ് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതുപോലെ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. വഴുതനങ്ങ കഷ്ണങ്ങൾ ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ ആക്കി വെച്ച ശേഷം ഇതിൻ്റെ ഇരുവശവും മുരിഞ്ഞ് വരുമ്പോൾ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വഴുതനങ്ങ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാനോ പൊട്ടിപ്പോകാനോ ഒന്നും പാടില്ല കേട്ടോ. അപ്പോൾ വളരെ സോഫ്റ്റ് പീസസ് ആണല്ലോ വഴുതനങ്ങ. അപ്പോൾ അതുപോലെ ശ്രദ്ധിച്ച് തിരിച്ചു മറിച്ചു വിട്ട് അതൊന്ന് നല്ല ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അധികം എണ്ണയൊന്നും ആവശ്യമായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വഴുതനങ്ങ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കോരിയെടുത്ത് വെക്കുകയാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത്, ഒരു കടായിലേക്ക് ഞാനിവിടെ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ച് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളക് കഷ്ണം മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെറിയ തീയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. വറ്റൽമുളകും അതൊക്കെ ഒന്ന് ക്രിസ്പി ആയിട്ട് വരണം. കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. കറിവേപ്പിലയും നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോൾ കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയ ശേഷം ഞാൻ ഇവിടെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം തൈരാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈരാണ്. അത് കട്ട ഉടച്ച ശേഷമാണ് ഞാനിവിടെ 1 കപ്പ് തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ആ തൈരിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും
അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫാണ് കേട്ടോ. ആ പാത്രത്തിൻ്റെ ചൂടിൽ ആ തൈരും അതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പും കായപ്പൊടിയും ഒക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും തൈരിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നതിന് വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വഴുതനങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ വഴുതനങ്ങ ഒന്നും ഉടഞ്ഞു പോകരുത് കേട്ടോ. ഒന്നും പൊട്ടിപ്പോകാതിരിക്കാൻ പതുക്കെ ഇങ്ങനെ സ്പാറ്റില കൊണ്ട് ആ തൈരിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു നല്ലൊരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ വഴുതനങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ ആ ഫ്ലേവറെല്ലാം അതിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചോളും. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള വഴുതനങ്ങ തൈര് കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറന്നു പോയില്ലല്ലോ. അതുപോലെ പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.